കൊച്ചിയിൽ ചിത്രനഗരം എന്ന പേരിൽ അന്താരാഷ്ട്ര ഫിലിം സിറ്റി പ്രഖ്യാപിച്ചു വി ഡി സതീശൻ. MT വാസുദേവൻ നായരുടെ സ്മരണയ്ക്കായി 50 കോടി ചെലവിട്ട് കോഴിക്കോട് കൾച്ചറൽ പാർക്ക് സ്ഥാപിക്കും. സലിംകുമാറിനായി കൊച്ചിയിൽ സ്മാരകം നിർമ്മിക്കുമെന്നും ബജറ്റിൽ വി ഡി സതീശൻ പ്രഖ്യാപിച്ചു. സാംസ്കാരിക മേഖലയ്ക്ക് മുന്തിയ പരിഗണനയാണ് സംസ്ഥാന ബജറ്റിൽ നൽകുന്നത്. സിനിമാ മേഖലയുടെ സമഗ്ര വികസനത്തിന് പദ്ധതി കൊണ്ടുവരും. ചിത്രനഗരം എന്ന പേരിൽ കൊച്ചിയിൽ അന്താരാഷ്ട്ര ഫിലിം സിറ്റി സ്ഥാപിക്കും. ഇതിനായി 100 കോടി നീക്കിവെച്ചു. മലയാള സിനിമാ മേഖലയെ വികസിപ്പിക്കാൻ സർക്കാർ സമഗ്ര പദ്ധതികൾ തയ്യാറാക്കും. ഇതിന്റെ ഭാഗമായി JC ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി ചിത്രനഗരം കൊച്ചിയിൽ സ്ഥാപിക്കും. സിനിമയ്ക്ക് വ്യവസായ പദവി നൽകൽ, അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിനായി സ്ഥിരമായ വേദി സൃഷ്ടിക്കൽ, ആന്റി പൈറസി സെല്ലുകൾ രൂപീകരിക്കൽ, ദേശീയ അന്താരാഷ്ട്ര സിനിമാ നിർമ്മാണത്തെ ആകർഷിക്കുന്നതിന് അനുയോജ്യമായ അന്തരീക്ഷം രൂപപ്പെടുത്തൽ എന്നിവ ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു. ഇതിനായി 100 കോടി രൂപ വകയിരുത്തുന്നു. MT വാസുദേവൻ നായരുടെ പേരിൽ കോഴിക്കോട് കൾച്ചറൽ പാർക്ക് സ്ഥാപിക്കും. ഇവിടെ കഥകളി അടക്കമുള്ള കലാരൂപങ്ങൾ അവതരിപ്പിക്കാൻ അവസരമുണ്ടാകും. ലൈബ്രറി, തിയേറ്റർ, ആർട്ട് ഗാലറി എന്നിവയൊക്കെ ഉൾപ്പെടുന്ന പാർക്കിനായി 50 കോടി രൂപ നൽകും. അന്തരിച്ച നടൻ സലിംകുമാറിന് കൊച്ചിയിൽ സ്മാരകം നിർമ്മിക്കാൻ 1 കോടി രൂപ അനുവദിച്ചു. അന്തരിച്ച പ്രശസ്ത നടൻ സലീംകുമാറിന് എറണാകുളം ജില്ലയിൽ സ്മാരകം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപ വകയിരുത്തുന്നു. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ സ്മരണയ്ക്കായി കൾച്ചറൽ സെന്റർ ആൻഡ് മ്യൂസിയം സ്ഥാപിക്കും. സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററിന്റെ പേരിൽ തൃശൂരിൽ പുതിയ മ്യൂസിക് അക്കാദമി ആരംഭിക്കും. ഇതിന് 5 കോടി വകയിരുത്തി. ഗസൽ ഗായകൻ ഉമ്പായിയുടെ സ്മരണാർത്ഥം മറ്റൊരു മ്യൂസിക് അക്കാദമിയും സ്ഥാപിക്കും. മുൻ മുഖ്യമന്ത്രി R ശങ്കറിന് പട്ടത്തും പനമ്പള്ളി ഗോവിന്ദമേനോന് ചാലക്കുടിയിലും സ്മാരകം പണിയും. ശബരിമല, കൊട്ടിയൂർ, ഗുരുവായൂർ, തിരുവല്ലം ക്ഷേത്രങ്ങളെ തിരുപ്പതി മാതൃകയിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ദേശീയ തീർത്ഥാടന കേന്ദ്രങ്ങളായി മാറ്റും. ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ, തിരുവല്ലം എന്നീ ക്ഷേത്രങ്ങൾ പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട്. ഈ ക്ഷേത്രങ്ങൾ തിരുപ്പതി മോഡലിൽ വികസിപ്പിച്ച് ദേശീയ തീർത്ഥാടന കേന്ദ്രങ്ങളാക്കാൻ നടപടി സ്വീകരിക്കുന്ന കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ വിവിധ ആരാധനാലയങ്ങളെ ചേർത്ത് തീർത്ഥാടന സർക്യൂട്ട് നടപ്പിലാക്കും. ഡൽഹിയിൽ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ സ്ഥാപിക്കാൻ 1 കോടി രൂപ അനുവദിച്ചു. കേരളത്തിന്റെ തനത് പാചകകല പരിചയപ്പെടുത്താൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കും. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ മരിച്ച സിദ്ധാർത്ഥന്റെ പേരിൽ റാഗിംഗ് തടയാൻ ആപ്പ് രൂപീകരിക്കും. വയനാട് ട്രൈബൽ സർവകലാശാല ആരംഭിക്കുമെന്നും ബജറ്റിൽ വി ഡി സതീശൻ പ്രഖ്യാപിച്ചു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.